Hello, my dear students. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സാമ്പിൾ സി പ്രോഗ്രാം ആണ്. ഒരു ചെറിയൊരു പ്രോഗ്രാമാണ്, ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ്? ഇത് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഒരു ഹെഡർ ഫയലും ഒരു മെയിൻ ഫംഗ്ഷനും അതുപോലെ ഒരു പ്രിന്റിംഗ് ലൈനും ഒരു റിട്ടേൺ വാല്യൂം കൊടുത്തിട്ടുള്ള ഒരു സിമ്പിൾ പ്രോഗ്രാമാണിത്. ഇതിലെ ആദ്യത്തെ ലൈൻ എന്ന് പറയുന്നത് ഒരു ഹെഡർ ഫയലാണ്, ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ഫംഗ്ഷൻ ആണ് ഇൻറ്റ് മെയിൻ. ദെൻ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് എഫ് എന്ന് കൊടുത്തിട്ട് ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് റിട്ടേൺ 0 റിട്ടേൺ വാല്യൂ കൊടുക്കുന്നതാണ്. പിന്നെ ഇതിൽ കാണുന്ന ഈ നമ്മുടെ പ്രോഗ്രാമിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന രണ്ട് സ്ലാഷ് ഉണ്ടല്ലോ, അത് റെപ്രസെന്റ് ചെയ്യുന്നത് കമന്റ് ലൈൻസിനെയാണ് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഹലോ വേൾഡ് എന്നുള്ളതാണ് ഇതിന്റെ ഔട്ട്പുട്ട്. ഇത് നമുക്ക് ബേസിക് ആയതുകൊണ്ട് ഇതിന്റെ പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ ഒന്നും പറയാൻ ഇല്ല. എപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ആദ്യം ഈ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്നുള്ള ഈ ലൈൻ ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഈ മെയിൻ ഫംഗ്ഷൻ തുടങ്ങുന്നത്. അതായത് ഒരു പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ തുടങ്ങുന്നത് തന്നെ ഈ ഇൻറ്റ് മെയിൻ, ഈ മെയിൻ എന്നുള്ള ഈ ലൈനിൽ നിന്നാണ്. ജസ്റ്റ് നമ്മളിവിടെ പ്രിന്റിംഗ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ല. അതിന്റെ ഹാഷ് ഇൻക്ലൂഡ് എന്നുള്ളത് നമ്മൾ കണ്ടു ഫസ്റ്റത്തെ ലൈനിൽ. ഇതൊരു ലൈബ്രറി ഫംഗ്ഷൻ ആണ് കേട്ടോ. ഇതിലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽസ് ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഈ ഹാഷ് ഇൻക്ലൂഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കാണുന്ന ഈ stdio.h സ്റ്റാൻഡേർഡ് ഇൻപുട്ട്, std സ്റ്റാൻഡേർഡ്, I represents input, O represents output, .h സ്പെസിഫൈ ചെയ്യുന്നത് ഹെഡർ എന്നാണ്. ഓക്കെ. പിന്നെ നിങ്ങളെ കാണുന്ന ഈ ആംഗിൾ ബ്രാക്കറ്റ്സ് ഉണ്ടല്ലോ, stdio.h, അതിന്റെ മുൻപിലും ബാക്കിലുമായിട്ട് കാണുന്ന ഈ ആംഗിൾ ബ്രാക്കറ്റ്സ് സ്പെസിഫൈ ചെയ്യുന്നത് സിസ്റ്റം ലൈബ്രറി ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. ദെൻ നമ്മുടെ ഈ ഓപ്പൺ ബ്രേസസും ക്ലോസിംഗ് ബ്രേസസിന്റെ ഇടയിൽ കാണുന്ന എല്ലാ ലൈൻസും ബോഡി ഓഫ് ദ മെയിൻ മെത്തേഡ് ആണ്. മെയിൻ ഫംഗ്ഷനിലുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നമ്മൾ ഇതിനകത്താണ്, ഈ ഓപ്പൺ ബ്രാക്കറ്റ്സിന്റെയും ഈ ക്ലോസിംഗ് ബ്രേസസിന്റെ അകത്താണ് നമ്മൾ കൊടുക്കാറുള്ളത്. ദെൻ ഇൻറ്റ് മെയിൻ, പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ തുടങ്ങുന്ന ലൈനാണ് ഇൻറ്റ് മെയിൻ എന്ന് പറയുന്നത്. ദെൻ ഇൻറ്റ് സ്പെസിഫൈ ചെയ്യുന്നത് ഒരു റിട്ടേൺ ടൈപ്പ് ആണ്, ഒരു ഡാറ്റ ടൈപ്പ് ആണ്. ദെൻ പ്രിന്റ് എഫ് ഹലോ വേൾഡ് എന്ന് വെച്ചാല് പ്രിന്റ് എഫ് മീൻസ് പ്രിന്റ് ഫയൽ. ഈ ഹലോ വേൾഡ്, ഈ ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഈ ഹലോ വേൾഡ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ദെൻ കമന്റ് ലൈൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ മൾട്ടിപ്പിൾ കമന്റ് ലൈൻസ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു സിമ്പിൾ ആണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ. ദെൻ റിട്ടേൺ 0, ഒരു പ്രോഗ്രാം സക്സസ്ഫുൾ ആയിട്ട് എൻഡ് ചെയ്തു എന്ന് സ്പെസിഫൈ ചെയ്യുന്ന ഒരു ലൈനാണ് ഈ റിട്ടേൺ 0 എന്ന് പറയുന്നത്. ദെൻ ഒരു പ്രോഗ്രാമിന്റെ ബേസിക് സ്ട്രക്ചറിനെ നമുക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് അതിനെ കാണുക. ആദ്യം ഡോക്യുമെന്റേഷൻ സെക്ഷൻ ആയിരിക്കും, സെക്കൻഡ് വൺ ലിങ്ക് സെക്ഷൻ ആയിരിക്കും, തേർഡ് വൺ ഡെഫിനിഷൻ സെക്ഷൻ ആയിരിക്കും, ഫോർത്ത് വൺ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ ആയിരിക്കും. ദെൻ മെയിൻ ഫംഗ്ഷൻ, ഒരു ഡിക്ലറേഷൻ പാർട്ട്, എക്സിക്യൂഷൻ പാർട്സ് ഒക്കെ ഈ മെയിൻ ഫംഗ്ഷനകത്താ വരിക. ദെൻ ലാസ്റ്റ് പോർഷൻ ആണ് സബ് പ്രോഗ്രാംസ്, യൂസർ ഡിഫൈൻ ഫംഗ്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഈ 6 ഡിവിഷൻ ആണ് ഒരു പ്രോഗ്രാമിന്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കണം നമ്മുടെ സി പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ നമ്മൾ കൊടുക്കേണ്ടത്. ദെൻ അതിനെ നമ്മൾ സ്റ്റെപ്സ് ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഡോക്യുമെന്റേഷൻ, പ്രീപ്രോസസർ സെക്ഷൻ, ഡെഫിനിഷൻ സെക്ഷൻ, ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷൻ, മെയിൻ ഫംഗ്ഷൻ, ദെൻ സബ് പ്രോഗ്രാംസ്.
നമ്മൾ ആദ്യം ഒരു ചെറിയൊരു പ്രോഗ്രാം ആണല്ലേ കണ്ടത്. ഇതൊരു രണ്ട് നമ്പറും കൂടെ ആഡ് ചെയ്ത ഒരു പ്രോഗ്രാമാണ്, ആഡിങ് ഓഫ് 2 numbers. അതിലെങ്ങനെയാണ് ഈ പോർഷൻ നമ്മൾ ഡിവൈഡ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് ഡോക്യുമെന്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. ദെൻ ഈ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറയുന്നത് ഒരു ലിങ്ക് സെക്ഷൻ. ദെൻ ഹാഷ് ഡിഫൈൻ, ഇത് ഹാഷ് ഡിഫൈൻ എന്ന് തുടങ്ങുന്നത് ഒരു ഡെഫിനിഷൻ സെക്ഷൻ. അതായത് ഹാഷ് ഡിഫൈൻ എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് നമുക്ക് പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് വരെ കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ ഹാഷ് ഡിഫൈനിലാണ് കൊടുക്കാറുള്ളത്. ദെൻ ഗ്ലോബൽ ഡിക്ലറേഷൻ, നമ്മുടെ വേരിയബിൾ ഡിക്ലറേഷൻ ഒക്കെ ഇവിടെയാണ് ഗ്ലോബൽ ഡിക്ലറേഷനിലാണ് വരിക. ദെൻ മെയിൻ ഫംഗ്ഷൻ, ഇതിനകത്ത് കണ്ടോ, മെയിൻ ഫംഗ്ഷനകത്ത് നമ്മൾ എന്തെല്ലാം വാല്യൂ ഫംഗ്ഷൻസ് കൊടുക്കുന്നു അത് മുഴുവനും ഈ മെയിൻ ഫംഗ്ഷനകത്താണ് വരിക. ദെൻ സബ് പ്രോഗ്രാംസ്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഒക്കെ താഴെയാണ് വരിക. ഈ മെയിൻ ഫംഗ്ഷന്റെ താഴെയായിട്ടാണ് സബ് പ്രോഗ്രാംസ് വരിക. ഇനി ആദ്യത്തെ ഈ ഡോക്യുമെന്റേഷൻ സെക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ നമുക്ക് പ്രോഗ്രാമിന്റെ നെയിം കൊടുക്കാം, ഡേറ്റ് കൊടുക്കാം, ടൈം കൊടുക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് സ്പെസിഫൈ ചെയ്യാം. സിംഗിൾ ലൈനാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു സിമ്പൽ മാത്രം റെപ്രസെന്റ് ചെയ്യുക. മൾട്ടിപ്പിൾ ലൈൻസ് ആണെങ്കിൽ നമ്മൾ ഈ സിമ്പലിനകത്താണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. പ്രീ പ്രോസസ്സറിൽ ഹെഡർ ഫയൽസ് ആണ് വരിക. ഇതുപോലെയുള്ള ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് math.h ഇങ്ങനെയുള്ള ഹെഡർ ഫയൽസ് മുഴുവനും ഈ പ്രീ പ്രോസസ്സറിന്റെ അകത്താണ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. ദെൻ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു, ഹാഷ് ഡിഫൈൻ, പ്രോഗ്രാം എൻഡ് ചെയ്യുന്നത് വരെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമുക്ക് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹാഷ് എന്നുള്ള ഒരു സിമ്പിൾ യൂസ് ചെയ്ത്, ഡിഫൈൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്ത് നെക്സ്റ്റ് നമ്മളത് വാല്യൂ കൊടുത്താൽ മതിയാവും. ദെൻ ഗ്ലോബൽ ഡിക്ലറേഷൻ, നമ്മുടെ വേരിയബിൾ ഡിക്ലറേഷൻ ഇങ്ങനെ കൊടുക്കുക, ഡാറ്റ ടൈപ്പ്, വേരിയബിൾ നെയിം, ദെൻ വേരിയബിൾ അസൈനിങ് സിമ്പിൾ, ദെൻ അതിന്റെ വാല്യൂ. ഇത് നമ്മൾ ഗ്ലോബൽ ഡിക്ലറേഷൻ സെക്ഷനിലാണ് ഇത് പെടുക. ദെൻ മെയിൻ ഫംഗ്ഷനിൽ നമുക്ക് void മെയിൻ എന്ന് കൊടുക്കാം, ഇന്റ് മെയിൻ എന്ന് കൊടുക്കാം. റിട്ടേൺ ടൈപ്പ് ഇന്റീജർ ആണെങ്കിൽ നമ്മൾ ഇന്റ് എന്ന് കൊടുക്കാം, നൾ വാല്യൂ ആണെങ്കിൽ നമുക്ക് void എന്ന് കൊടുക്കാം. ദെൻ സബ് പ്രോഗ്രാംസ് ആണ് ഇവിടെ, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ്. ഇപ്പൊ സം എന്നുള്ളത് ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് നമ്മൾ സബ് പ്രോഗ്രാംസ് എന്നുള്ള ഒരു സെക്ഷനകത്താണ് ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ വരിക. റിട്ടേൺ x+y എന്നുള്ളത് രണ്ട് വാല്യൂ നമ്മൾ സം ചെയ്യുമ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത വാല്യൂ ഇവിടെ ഈ സം എന്നുള്ള ഈ വേരിയബിളിനകത്ത് പോയിട്ട് സ്റ്റോർ ചെയ്യണം അല്ലെ. അതിനു വേണ്ടി x+y അത് ഈ സമ്മിനകത്ത് പോയി സ്റ്റോർ ചെയ്യാനാണ് നമ്മൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.